ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പിടികൂടുകയാണ് ജാനകി കണക്കിന് കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. അനന്തപുരി തറവാട്ടിൽ നിന്നും എല്ലാവരും കാണുകെ ജാനകി തന്നെ അവളെ അടിച്ചോടിക്കുന്നുണ്ട്. എന്നാൽ എന്നിട്ടും അനാമിക അടങ്ങിയിരിക്കുന്നില്ല. വീണ്ടും പ്രതികാരത്തിന് പുറപ്പെടുകയാണ്. സമൂഹത്തിന് മുന്നിൽ അനന്തപുരിയിലുള്ളവരെ നാണം കെടുത്തുകയാണ് അനാമിക. അപ്പൊ അങ്ങനെയുള്ള കിടിലൻ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അനാമിക റൂമിലിരുന്നു കൊണ്ട് വേണുവിനെ ഫോൺ ചെയ്യുകയാണ്. ഈ സമയത്താണ് ജാനകി അവിടേക്ക് വരുന്നത്. അനാമിക എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ജാനകി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് അനാമിക അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് മടുത്തു. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നന്ദുവും SI ആയിട്ട് ഇപ്പോൾ തന്നെ വരും. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട ഉടനെ വേണു ചോദിക്കുന്നുണ്ട്, മോളെന്താ അങ്ങനെ പറയുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവൻ എനിക്ക് ഒരു ഇറ്റ് സ്നേഹം പോലും തരുന്നില്ലല്ലോ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു അല്ലേ. അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നടക്കുന്നുണ്ട് അച്ഛാ. അവർ പരസ്പരം കാണുന്നവരെയുണ്ട്. അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോവാത്തിടത്തോളം അവൻ എന്നെ ഒരിക്കലും ഉൾക്കൊള്ളില്ല. അവൻ എപ്പോഴും ആ മൊട്ടച്ചി മതി. അതുകൊണ്ടൊക്കെ അച്ഛാ ഞാൻ ഈ പറയുന്നത്. അവൻ്റെ ഭാര്യയായി ഇനിയും തുടരുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് തന്നെ അനിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ നമ്മുടെ ജാനകിക്കാണെങ്കിലും വളരെ സങ്കടമാവുന്നുണ്ട് കേട്ടോ അനാമികയുടെ സംസാരം കേട്ടിട്ട്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നീ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇവിടേക്ക് വന്നാൽ എങ്ങനെയാ മോളെ ശരിയാവുന്നേ? അത് മാത്രമല്ല, മോൾ അവനെയും വിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ പിന്നെ അനിയും നന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനി നന്ദുവിനെ കല്യാണം കഴിക്കും. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ നമുക്ക് സാധിക്കുമോ? എന്നാൽ അനാമിക പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ, അവന്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് ഞാൻ മാറുമെന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞുള്ളൂ. നന്ദുവിനെ അവൻ ഒരിക്കലും കെട്ടാൻ പോകുന്നില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. വേണുവിന് കാര്യം മനസ്സിലാകുന്നില്ല. മോളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അനാമിക പറഞ്ഞു കൊടുക്കുകയാണ്, അത് പിന്നെ അച്ഛാ, നന്ദുവിനെ അവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ അങ്ങ് തീർക്കും. എല്ലാവർക്കും അതൊരു സൂയിസൈഡാണെന്നേ മനസ്സിലാവുകയുള്ളൂ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. ആ പറഞ്ഞത് കേട്ട് വേണുവിന് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നു മോളെ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിന്റെ ഭർത്താവല്ലേ അനി. അവനെ കൊല്ലാന്നൊക്കെ വെച്ച് കഴിഞ്ഞാ അതൊന്നും ശരിയാവില്ല മോളെ. അതൊന്നും വേണ്ട, അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുകയേ വേണ്ട. എന്നാൽ അനാമിക നല്ല ബോൾഡായിട്ട് തന്നെ മറുപടി കൊടുക്കുകയാണ്, അച്ഛാ, ഭർത്താവ് പോയാലേ വേറെയും ഭർത്താവിനെ കിട്ടും. പക്ഷെ ക്യാഷ് അങ്ങനെയല്ല. ക്യാഷ് പോയി കഴിഞ്ഞാലേ വേറെ ക്യാഷ് ഉണ്ടാക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം പിന്നീട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാലും മോളെ, നമ്മൾ ഇങ്ങനെ ഒരു കടുംകൈക്കൊക്കെ മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ അനാമികയാണെങ്കിൽ തൻ്റെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അനിയെ ഇനി വകവരുത്തുകയല്ലാതെ തൻ്റെ ലക്ഷ്യങ്ങളൊന്നും സാധിക്കില്ലെന്ന് അനാമിക ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതേ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത് വേണുവിൻ്റെ അടുത്തേക്ക്. വേണു അനാമികയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ രേവതി വേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിയിട്ട്, മോളെ, നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? നിന്റെ ഭർത്താവല്ലേ അനി. വേണ്ട മോളെ, നീ അവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അനാമികയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനാമിക അപ്പോഴും പറയും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ? എന്തായാലും അവൻ എന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം അവൻ നന്ദുവിനെയും കൊണ്ട് ഇവിടെ വന്നാലേ പിന്നെ ഞാൻ ഇവിടുന്ന് വെറും കൈയോടെ പോകേണ്ടി വരും. ജീവിതകാലം മുഴുവൻ എനിക്ക് ഇവിടുത്തെ അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മാത്രമല്ല, ഞാൻ ഇവനെ കല്യാണം കഴിച്ചത് തന്നെ ഇവന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ, അല്ലാതെ ഇവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് കരുതിക്കൊണ്ടല്ലേ നമ്മൾ ഈ പ്ലാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇനി ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല അമ്മേ. ഈ വീടും സ്വത്തുക്കളൊന്നും ഭാഗം വെച്ച് തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് കടുത്ത പ്രയോഗമാണ്, എങ്കിലും ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല നമ്മുടെ മുമ്പിൽ. അങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്, മോളെ, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ നീ അനിയെ ഇല്ലാതാക്കിയാൽ പിന്നെ നീ വിധവയായി പോവുകയല്ലേ ഉള്ളൂ. വേറെന്താ നിനക്ക് പ്രയോജനം? അപ്പൊ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛാ, വിധവയായി കഴിഞ്ഞാൽ ആ പരിഗണനയുടെ പേരിൽ മുത്തച്ഛനും മുത്തശ്ശിയും അനിയുടെ പേരുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ വെച്ച് എഴുതി തരും. പിന്നെ അനിയുടെ 3 ബ്രാഞ്ചുകളും എൻ്റെ പേരിൽ തരും. അവൻ്റെ ഷെയറുകളും എനിക്ക് തന്നെ പോരും. ഇതുപോലെ അച്ഛാ നമുക്ക് ജീവിക്കാൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അനാമിക വേണുവിനോടും രേവതിയോടുമായിട്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജാനകി കേട്ട് നിൽപ്പുണ്ടല്ലോ. ജാനകി ഇതൊക്കെ കേട്ടിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഇവൾ ഇത്രയ്ക്കും വലിയ ദുഷ്ടയായിരുന്നോ? ഇവൾ എൻ്റെ മകനെ കൊല്ലാനൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. ഇവൾ ഇങ്ങനത്തെ ആളായിരുന്നോ?
ഇവളെയാണല്ലോ ഞാൻ ഏതു സമയവും പൊന്നേ കരളെ എന്ന് വിളിച്ച് എൻ്റെ മകന് പോലും കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുത്തത്. അപ്പോൾ നവ്യയും നയനയും ഒക്കെ പറഞ്ഞത് എന്ത് കറക്റ്റായിരുന്നു. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ വെറും ഫ്രോഡുകളാണ്. ഇവൾ എൻ്റെ മകനെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കാനാണ് പുറപ്പെടുന്നത്. ഇവൾ എന്തൊരു സാധനമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ബാക്കിയും കൂടെ കേൾക്കാനായിട്ട് ജാനകി പുറകിൽ തന്നെ നിൽക്കുകയാണ്. അനാമികയാണെങ്കിൽ ജാനകി നിൽക്കുന്നതൊന്നും അറിയുന്നില്ല. തുടർന്ന് വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പ്ലാനിംഗ് ഒക്കെ പിന്നീട് അറിയിക്കാം. എന്തായാലും അവൻ ചത്തു കഴിഞ്ഞ് ഞാൻ വിധവയാവുമല്ലോ. വിധവയായതിനു ശേഷമേ അതിൽ നിന്ന് കിട്ടുന്ന സഹതാപത്തോടെ കിട്ടുന്ന സ്വത്തുക്കളൊക്കെ നമുക്ക് അതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടണം. ഇവിടുന്ന് വേറെ നാട്ടിലോട്ടൊക്കെ പോയി അവിടെ നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് അനാമിക വേണുവിനോടും രേവതിയോടും തന്റെ പ്ലാനിങ് അറിയിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് കേട്ടോ ജാനകിയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് അതങ്ങോട്ട് താഴെ വീഴുന്നത്. അനാമികയ്ക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ വന്നപ്പോഴാണ് ജാനകി ഇക്കാര്യങ്ങളെല്ലാം കേട്ടത്. എന്തായാലും ഇതിന്റെ ആ ഷോക്കില് ജാനകിയുടെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. ആ സൗണ്ട് കേട്ടുകൊണ്ട് അനാമിക തിരിഞ്ഞു നോക്കും. അതാ ജാനകി തൊട്ടു മുമ്പില് അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് അനാമിക ആകെ പേടിച്ചു പോകുന്നുണ്ട്. ജാനകി ദേഷ്യത്തോടെ വന്ന് ചോദിക്കാണ്, എടീ നീ എന്താടി പറഞ്ഞത്? എന്റെ മോനെ കൊല്ലണമെന്നോ? ഞാനേ നിന്നെ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. എന്റെ മോനേക്കാളും ഞാൻ വിശ്വസിച്ചത് നിന്നെ ആയിരുന്നടി. ആ നിന്റെ വായിൽ നിന്നാണ് ഇപ്പൊ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാവടി എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ അനാമികയാണെങ്കിലും മാറി നിൽക്ക് തള്ളേ എന്നും പറഞ്ഞ് ജാനകിയെ തള്ളിയിടുന്നുണ്ട്. പക്ഷേ ജാനകി എന്നിട്ടും വിട്ടുകൊടുക്കുന്നില്ല. അത്രത്തോളം ദേഷ്യമാണ്, വെറുപ്പാണ് അനാമികയോട് ജാനകിക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ സർവ്വശക്തിയും എടുത്തിട്ട് ജാനകി വീണ്ടും എഴുന്നേൽക്കുന്നു. എന്നിട്ട് വീണ്ടും വന്നിട്ട് അനാമികയുടെ നേർക്ക് പറയുന്നുണ്ട്, എടി എന്റെ മകന്റെ രക്തം ഒറ്റി കുടിക്കാൻ വന്ന രാക്ഷസി, നിനക്കെന്റെ മോനെ കൊല്ലണമല്ലേടി? അതിനുവേണ്ടിയാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നിന്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ മകനെ അവിശ്വസിച്ചു. എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു. അപ്പോഴും എൻ്റെ വിചാരം നീ എൻ്റെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന്. പക്ഷെ ഇപ്പോഴാണ് എല്ലാം മനസ്സിലായത്. നീ എൻ്റെ മകന്റെ സ്വത്ത് മാത്രം കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി അനാമികയെ പൊതിരെ തല്ലുകയാണ് ജാനകി. അപ്പോൾ ഈ അടിയും വഴക്കും പ്രശ്നങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ദേവയാനിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവയാനി വരുമ്പോൾ ദേവയാനി ആദ്യം കാണുന്നത് ആ ഗ്ലാസ് താഴേക്ക് വീണ് അത് പൊട്ടി ഇങ്ങനെ കുപ്പിച്ചില്ലെല്ലാം നിരനിരയായി കിടക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ജാനകി അനാമികയെ ഇങ്ങനെ പൊതിരെ തല്ലുന്നതും കൂടെ കാണുമ്പോഴത്തേക്കും ദേവയാനി ആകെ പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ അവളെ തല്ലുന്നത്? അപ്പോഴേക്ക് ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് അനിയും അജയനും നവ്യയും നയനയും എല്ലാവരും ഓടി വരികയാണ് കേട്ടോ. എന്താ ജാനകി, നീ എന്താ കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ അനാമിക മോളെ തല്ലുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ആണെങ്കിൽ ജാനകിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ജാനകി ആണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനാമികയെ എത്ര തല്ലിയിട്ടും ജാനകിക്ക് മതിയാവുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ജാനകിയോട് ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന്. അപ്പോൾ ജാനകി ഒടുവിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ എല്ലാവരോടുമായിട്ട്, ഇവളുടെ പ്ലാൻ എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ജ്യൂസ് കൊണ്ട് വരുമ്പോഴേ ഇവള് ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് ഇവളെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടെന്താ ഇവളുടെ പ്ലാനിങ് എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി. എൻ്റെ മോനെ, നമ്മുടെ അനിമോനെ കൊല്ലാനാണ് ഇവളുടെ പ്ലാൻ. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നമ്മുടെ മോനെ കൊന്ന് അത് ആത്മഹത്യയാക്കി മാറ്റുമത്രേ. അങ്ങനെ ഇവൾക്ക് നമ്മുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം. അതാണ് പ്ലാൻ. ഈ സത്യങ്ങളെല്ലാം കേട്ട് അജയനുൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ജാനകി പറയുന്നുണ്ട്, നമ്മുടെ മോനെ കൊന്നാല് ഇവള് വിധവയാകുമല്ലോ. അങ്ങനെ വിധവയായാല് ഇവളെ എല്ലാവരും സഹതാപത്തോടെ നോക്കും. അങ്ങനെ നമ്മുടെ മോന്റെ സ്വത്തും 3 ബ്രാഞ്ചും ഷെയറും എല്ലാം ഇവൾക്ക് എഴുതി കൊടുക്കും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ നാടേ വിട്ടു പോകാനാണ് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ശ്രമിക്കുന്നത്. ജാനകിയിൽ നിന്നും ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴത്തേക്കും എല്ലാവരും ശരിക്കും ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. മുത്തശ്ശനൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യമാണോ എന്ന് ചോദിക്കുകയാണ് ജാനകിയോട്. അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ശേഷം ജാനകി വീണ്ടും അനാമികയുടെ അടുത്ത് ചെന്ന് അവളെ തല്ലിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവളെയും ഇവളുടെ അച്ഛനെയും അമ്മയും വേഗം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അനി, നന്ദുവിനോട് നീ തന്നെ പറ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോഴേക്കും നയനയാണെങ്കിലും പറയുന്നുണ്ട്, ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഫ്രോഡുകളാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ? പക്ഷെ നിങ്ങൾ ആരും അതൊന്നും വിശ്വസിച്ചില്ല. മാത്രമല്ല നവ്യേടത്തേക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തതുപോലും ഇവളാണ്. അത് കുടിച്ചതോ എൻ്റെ അമ്മയും. ബാക്കി നവ്യ പറയുന്നുണ്ട്, അത് മാത്രമോ, എൻ്റെ അനിയത്തി നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതും ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ്. മാത്രമല്ല നന്ദു SI ടെസ്റ്റ് എഴുതാതിരിക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ പരിപാടികൾ നടത്തി. അങ്ങനെ ജാനകിക്ക് എല്ലാ സത്യങ്ങളും ബോധ്യമായിരിക്കുകയാണ്.
അന്നാ വേണ്ട സമയത്ത് ഇവരുടെ വാക്കുകളൊന്നും താൻ ചെവിക്കൊണ്ടില്ലല്ലോ എന്നോർത്ത് ജാനകിക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇവളെ ഇവിടെ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അനാമികയെ വലിച്ചിറക്കി താഴേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ശേഷം വീടിന് പുറത്തോട്ട് തള്ളിയിടുകയാണ്. എന്നിട്ട് അനാമികയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീ വിധവയാവാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മകൻ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അതും പറഞ്ഞുകൊണ്ട് അനാമികയ്ക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയാണ് ജാനകി. ശേഷം പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ്. ദേവയാനി ഇത് കാണുമ്പോൾ ജാനകിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജാനകി പറയും, ഇത്രയും കാലം എന്റെ മകനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം ഇവളെയല്ലേ ഏട്ടത്തി. ഇത്രയും വലിയൊരു വിഷജന്തുവാണ് ഇവളെന്ന് ഞാൻ ഒരിക്കലും അത് തിരിച്ചറിഞ്ഞില്ലല്ലോ. എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കുറ്റബോധത്താൽ പൊട്ടി പൊട്ടി കരയുകയാണ്. അനാമികയാണെങ്കിൽ തന്നെ അവിടുന്ന് ആട്ടിയിറക്കിയെന്ന് മനസ്സിലാക്കിയിട്ടും വീണ് കിടക്കുന്നിടത്തുനിന്നും അങ്ങ് എഴുന്നേറ്റിട്ട് നിന്നെയൊക്കെ കാണിച്ചു തരാടിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കവിളത്ത് പാടൊക്കെ ആയിട്ട് രേവതിയുടെയും വേണുവിന്റെ അടുത്തേക്ക് അനാമിക ചെല്ലുമ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഞാനൊരു കളി കളിക്കാൻ പോവുകയാണെന്നും എന്തായാലും ഇനി അവരെന്നെ ആ വീട്ടിൽ കയറ്റില്ല, അതുകൊണ്ട് ഈ പാട് വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുക. വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ പ്ലാനെന്ന്. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനാമിക തന്റെ ഫേസ്ബുക്കിന്റെ ലൈവ് ഓണാക്കി വെക്കുകയാണ്. എന്നിട്ട് മുഖത്തെ പാട് കാണിച്ചുകൊണ്ട് പറയുകയാണ്, കണ്ടില്ലേ എന്റെ മുഖത്തെ ഈ പാട്, ഇതെന്റെ അമ്മായിയമ്മ എന്നെ തല്ലിയതാ. സ്ത്രീധനത്തിന്റെ പേരിൽ അനന്തപുരിയിലുള്ള എല്ലാവരും എന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. കല്യാണത്തിന്റെ സമയത്ത് ഞാൻ 101 പവനും അതുപോലെ തന്നെ കാറും കൊണ്ടാണ് അവിടെ ചെന്നത്. എന്നാൽ അത് പോരെന്നും 5 കോടി രൂപയും സ്വർണവും ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ ഉപദ്രവിക്കാറുള്ളത്. അവസാനം ആ പേരും പറഞ്ഞ് എന്നെ ദേ വീട്ടിൽ നിന്ന് എല്ലാവരും ചേർന്ന് അടിച്ചിറക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് അവരോട് പൊരുതാനുള്ള ആൽബലം ഒന്നുമില്ല. അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എല്ലാവരും വലിയ ആളായി കാണുന്ന ആ മൂർത്തി സാറുണ്ടല്ലോ, അയാളെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നുമല്ല. സ്വത്തിനോടും പണത്തിനോടും ഒക്കെ വല്ലാതെ ആർത്തിയുള്ള മനുഷ്യനാണ് അയാള്. എന്റെ കല്യാണത്തിന് മുമ്പ് 2 മരുമക്കളും കൂടെ അവിടെ വന്ന് കയറിയിരുന്നു. അവർക്കും എന്നെ പോലെ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് നയന എന്ന് പറഞ്ഞവള് വലിയ ഡിസൈനൊക്കെ ചെയ്ത് ഒത്തിരി ലാഭം ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് നയനേച്ചിക്കും നവ്യേച്ചിക്കും ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ അവരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത്. കാരണം അവരുടെ അനിയത്തി നന്ദുവിനെ എന്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് അവരും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം ചെയ്തത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ലൈവിൽ പൊട്ടിക്കരയുകയാണ് അനാമിക. ഈ സമയത്ത് വേണുവും രേവതിയും ആണെങ്കിലും അതെ, ഞങ്ങളുടെ മോള് പറഞ്ഞതെല്ലാം ശരിയാണ്. അവരെ സ്ത്രീധനത്തിന്റെ പേരിൽ ഞങ്ങളുടെ മോളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഇനിയും സ്ത്രീധനം വേണമെന്നാണ് അവർ പറയുന്നത്. ഇനി 5 കോടി രൂപയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എവിടുന്നെടുത്ത് കൊടുക്കാനാണ്? ഞങ്ങളുടെ ഉള്ള സ്വത്തുക്കളെല്ലാം കൊടുത്താണ് ഞങ്ങളുടെ മോളെ കെട്ടിച്ചയച്ചത്. ഇനി ഞങ്ങളുടെ മോൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഞങ്ങളുടെ മുന്നിലുള്ള ഏക വഴിയെന്ന് പറയുന്നത് ആത്മഹത്യയാണ്. ഇനി ഞങ്ങളെ ആരും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ആത്മഹത്യ ചെയ്തു എന്ന് മാത്രം കരുതിയാൽ മതി. പിന്നെ ഞങ്ങൾ ഈ ലൈവ് നടത്താനുള്ള കാരണം തന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണ്ടേ, അതിനുവേണ്ടിയാണ്. ഇതും പറഞ്ഞ് വേണുവും രേവതിയും അനാമികയും കണ്ണീരൊഴുക്കുകയാണ് ലൈവിൽ നിന്നുകൊണ്ട്. എന്തായാലും ഇവരുടെ ഈ ലൈവ് പിന്നീട് അങ്ങോട്ട് വൈറലാകുന്നുണ്ട്. അത് അനന്തപുരിക്കാരും കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഇവളെന്ത് പണിയാ ഈ കാണിക്കുന്നേ? നമ്മളെ കരുതി കൂട്ടി അപമാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ജാനകി പറയുകയാണ്, ഞാനെന്തായാലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചതാണ്. അതെന്തായാലും നടന്നു കഴിഞ്ഞു. ഇവൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണല്ലോ. അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായ ഈ ബാധ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടൊഴിയും. അതുകൊണ്ടൊന്നും കാര്യമില്ല ചെറിയമ്മേ. അവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വൈറലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വനിതാ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ ഇവിടെ ഇനി വരും. ഏതായാലും നയന പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കൃത്യം മാധ്യമങ്ങളും വനിതാ കമ്മീഷനും പോലീസുകാരും എല്ലാവരും അനന്തപുരിയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ വലിയൊരു ജനാവലി തന്നെ അനന്തപുരിയിൽ തടിച്ചു കൂടുകയാണ്. മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മീഡിയയിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇളയ മരുമകളാണല്ലോ ലൈവ് ഇട്ടിരിക്കുന്നത്. ആ മരുമകൾ പറഞ്ഞതെല്ലാം സത്യമാണോ? ആ മരുമകളെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു, അടിച്ചു, ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ട് ജാനകി ഇതിനിടയിൽ ഉത്തരം പറയുകയാണ്, അതെ സത്യമാണ്, ഞാനാണ് അവളെ തല്ലിയത്. ജാനകി ആ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. വനിതാക്ഷേമ സംഘടനയിലെ ഒരു ലേഡി ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയാലുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. അപ്പൊ ജാനകി പറയും, ഇതിന്റെ പേരിൽ എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അവളെന്റെ മോനെ കൊല്ലുമെന്ന് അവളുടെ അച്ഛനെ ഫോണിൽ അറിയിക്കുന്നത് ഞാൻ കേട്ടതാണ്.
വിധവയായിട്ട് എന്റെ മോന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവൾക്ക് ഈ നാട് വിട്ടു പോകാനായിരുന്നു പരിപാടി. അതുകൊണ്ടാണ്, അതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവളെ തല്ലിയത്. തുടർന്ന് അടുത്ത ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ ആ കുട്ടിയോട് 5 കോടി രൂപ ആവശ്യപ്പെട്ടല്ലോ, അങ്ങനെയാണല്ലോ ആ കുട്ടി മീഡിയയിൽ പറഞ്ഞത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിവ് കാണുമല്ലോ. ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ആളാണ്. അതുമാത്രമല്ല, എന്റെ ബിസിനസ് സാമ്രാജ്യം കേരളത്തിൽ മാത്രമല്ല പുറത്തോട്ടുമുണ്ട്. അങ്ങനെയുള്ള എനിക്കെന്തിനാണ് ഈ 5 കോടി രൂപ? എന്നാൽ അനാമിക പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് മീഡിയക്കാർ വീണ്ടും ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മായിയമ്മ പറഞ്ഞതാണ് ശരി. ആ കുട്ടിയുടെ അമ്മായിയമ്മ, അതായത് ജാനകി, അനാമികയെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവളെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു പ്രവൃത്തി അവൾ ചെയ്തപ്പോൾ അതെന്റെ മരുമകൾക്ക് താങ്ങാനായില്ല. നിങ്ങൾ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കരുത്. ആ കുട്ടി സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. സ്ത്രീ സുരക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ. എന്നാൽ പുരുഷന്മാർ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കുകയും അതിലെ സത്യം എന്താണെന്ന് തിരിച്ചറിയുകയും വേണം. എന്നിട്ട് വേണം നടപടിയെടുക്കാൻ. അങ്ങനെയെല്ലാം മുത്തശ്ശൻ മീഡിയയ്ക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും ജാനകിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകിയോട് പറയുകയാണ്, മരുമകള് നിങ്ങൾക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കണം. ഈ സമയത്ത് മുത്തശ്ശനെ ഒന്ന് നോക്കുന്നുണ്ട് ജാനകി. മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിയോട്, സാരമില്ല മോളെ, എന്തായാലും നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്തായാലും നീ രക്ഷപ്പെടും. നിന്നെ പുറത്തു കൊണ്ടുവരും എന്നും പറഞ്ഞ് മുത്തശ്ശൻ ജാനകിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ജാനകി പോലീസ് ജീപ്പിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ച കണ്ട എല്ലാവർക്കും ഒത്തിരി സങ്കടമാവുകയാണ്. കാരണം അത്രയും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അനന്തപുരിയില് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇതൊക്കെ ഒത്തിരി ഷോക്കിംഗ് ആവുന്നുണ്ട്. അങ്ങനെ ജാനകിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നതെല്ലാം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലാവുകയാണ് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ആദർശ് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്രയും കാലം പടുത്തുയർത്തിയ അന്തസ്സും അഭിമാനവും എല്ലാം ഈ സംഭവത്തോടെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരി അവളാണ് അനാമിക. അങ്ങനെ പറയുമ്പോൾ, സാരമില്ലടാ ആദർശേ, ഇന്ന് കള്ളത്തരത്തിന്റെ പേരിൽ നമ്മളെ എല്ലാവരെയും താഴ്ത്തി കെട്ടിയാലും ഇതെല്ലാം മാറി മറിയും. ഇപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമൂഹം തന്നെ നാളെ നമ്മുടെ നന്മ തിരിച്ചറിയും. ഇതൊന്നും ഓർത്ത് എന്റെ ആദർശേട്ടനും മുത്തശ്ശനും ഒന്നും വിഷമിക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നയന. ഈ കള്ളത്തരത്തിനൊന്നും അധികകാലം ആയുസില്ലെന്ന് നവ്യയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ അനിയാണെങ്കിൽ ജാനകിയെക്കുറിച്ച് തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം നവ്യയും നയനയും കൂടിയിട്ട് അനിയെയും ആശ്വസിപ്പിക്കുന്നു. ചെറിയമ്മയെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അനന്തപുരിക്കാർക്ക് കിട്ടിയിരിക്കുന്ന, താൻ മൂലം കിട്ടിയിരിക്കുന്ന ഈ തിരിച്ചടി, അതിൽ വല്ലാതെ മതിമറന്ന് സന്തോഷിക്കുകയാണ് അനാമിക. ജാനകിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെല്ലാം കാണുമ്പോഴത്തേക്കും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് അനാമികയും വേണുവും രേവതിയും ഒക്കെ. കണ്ടില്ലേ, എന്നെ തല്ലിയതിന്റെ ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്. വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അവരുടെ കാര്യം പോക്കാം. അവരിങ്ങനെ കുറേ കാലം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. എന്നാൽ ഇത് കേൾക്കുന്ന വേണു പറയുന്നുണ്ട്, മോളെ നീ അധികം സന്തോഷിക്കാൻ വരട്ടെ. അനന്തപുരിക്കാരാണ്, ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ജാനകിയെ പുറത്തു കൊണ്ടുവരും. ഇല്ലച്ചാ, അതൊന്നും നടക്കില്ല. അതിനുവേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ ലൈവ് ഇട്ടത്. അതുകൊണ്ടേ അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. മീഡിയക്കാരൊക്കെ ഏറ്റെടുത്ത കേസാണ്. വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ ഒരു കേസ് പോയാലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അനാമിക സന്തോഷിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇനി പുറത്തു വരാൻ പറ്റുകയുള്ളൂ. അതിന് ഞാൻ കേസ് പിൻവലിക്കണമെങ്കിൽ അവരെനിക്ക് ഞാൻ പറയുന്ന പൈസ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ. ഉടനെ രേവതി പറയുന്നുണ്ട്, അത് ശരിയാ. എന്തായാലും അനന്തപുരിയിലെ ആരെങ്കിലും ഒരാൾ ഇവിടെ വരാതിരിക്കില്ല. അവർക്ക് എന്തായാലും ജാനകിയുടെ ജീവിതമാണല്ലോ വലുത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വരും. ചെയ്തതിനെല്ലാം നമ്മളോട് മാപ്പും പറഞ്ഞ് പൈസയും തരും. വല്ല നക്കാപ്പിച്ചയും തന്ന് നമ്മളെ ഒതുക്കാനാണ് അവരുടെ ശ്രമമെങ്കിലേ അതിനൊന്നും കൂട്ടു നിൽക്കരുത്. കോടികൾ തന്നെ ചോദിക്കണം. എന്നിട്ട് ആ പൈസയും കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതിയും.